അപ്പം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തുവാന്ന് വെച്ചാൽ ഒരു ഹോൾ വീഡിയോ ആണ്, ഒരു നൈക്ക ഹോൾ വീഡിയോ എന്ന് വെച്ചാൽ കുറച്ച് മേക്കപ്പും കുറച്ച് സ്കിൻ കെയറും അങ്ങനത്തെ കുറച്ച് പ്രോഡക്ട്സ് എല്ലാം കൂടെ നൈക്ക പിങ്ക് ഫ്രൈഡേ സെയിൽ വന്നപ്പോൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടെ വെച്ചിരുന്നൊരു ഹോൾ വീഡിയോ ഞാൻ ചെയ്തേക്കുവാണ്. അപ്പം നമുക്ക് മിക്ക ആളുകൾക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇഷ്ടമുള്ളതായിരിക്കും ഈ ഹോൾ വീഡിയോസ് ഒക്കെ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനകത്ത് തന്നെ പ്രത്യേകിച്ച് ഈ മേക്കപ്പ്, സ്കിൻ കെയർ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ. ഡ്രസ്സിന് ഒന്നും വലിയ ഇഷ്ടമല്ല, മേക്കപ്പ് സ്കിൻ കെയർ ഒക്കെ കൂടുതലായിട്ട് ഇഷ്ടമുള്ളത്. അപ്പം ഞാൻ വിചാരിച്ച് ഇപ്രാവശ്യം ഈ പിങ്ക് ഫ്രൈഡേ സെയിൽ വന്നപ്പോൾ ഞാൻ കുറച്ച് മേക്കപ്പ്, സ്കിൻ കെയർ അങ്ങനത്തെ കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വാങ്ങി ഞാൻ അൺബോക്സ് ചെയ്യുകയും ചെയ്ത് കുറച്ചൊക്കെ ഞാൻ അതിനകത്തും ഉപയോഗിക്കുകയും ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ച് എല്ലാം കൂടെ ഒന്ന് എടുത്തു വെച്ചൊരു വീഡിയോ പോലെ ചെയ്യാമെന്ന് വിചാരിച്ച്. അൺബോക്സിങ് വീഡിയോ ഒന്നും അല്ല, ചുമ്മാ എല്ലാം നിങ്ങളൊന്ന് കാണിച്ചു തരുന്ന രീതിക്ക് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ കുറച്ചധികം പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ നാളുകൊണ്ട് ഞാൻ ഇങ്ങനെ കാർട്ടിലാക്കി ഇട്ടിരിക്കുന്ന കുറച്ച് ഐറ്റംസ് ഒക്കെ ആയിരുന്നു. അപ്പം ഇതുപോലെ ഈ സെയിൽ വന്ന സമയത്ത് ഞാൻ വാങ്ങിയത്. അല്ലാത്ത സമയത്ത് വാങ്ങാനാണെങ്കിൽ നല്ല വിലയുള്ള സാധനങ്ങളായിരിക്കും. പക്ഷെ ഇതുപോലെ ഈ പിങ്ക് ഫ്രൈഡേ സെയിലൊക്കെ വരുന്ന സമയത്താണെങ്കിൽ നമുക്ക് നല്ല ഡിസ്കൗണ്ടിലൊക്കെ കിട്ടുമായിരിക്കും. അതുകൊണ്ട് ഞാൻ കുറേ നാളുകൊണ്ട് എപ്പോഴാണ് ഈ സെയിൽ വരുന്നത് നോക്കി ഇരുന്നിട്ട് വന്നപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് ഞാൻ വാങ്ങിയതാ. ഏതാണ്ട് ഒരു 1.5 ആഴ്ച ഉണ്ടായിരുന്നൊന്നും സെയിൽ. ആ ഒരു സമയത്തിനുള്ളിൽ ഞാൻ വാങ്ങിയ കുറച്ച് സാധനങ്ങളാണ്. കുറേ നാളുകൊണ്ട് ഇങ്ങനെ വാങ്ങണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചിരുന്ന് കുറച്ച് സാധനങ്ങളാണ്. ഇനിയുണ്ട് കുറച്ച് സാധനങ്ങളും കൂടെ. അത് ഞാൻ അടുത്ത പ്രാവശ്യത്തെ സെയിലിലോട്ട് മാറ്റി വെച്ചിരിക്കുക. എല്ലാം കൂടെ ഒന്നിച്ച് വാങ്ങിയാൽ ഒക്കത്തില്ലല്ലോ. അപ്പം ഇപ്പം തന്നെ അത്യാവശ്യം കുറച്ചധികം സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. മേക്കപ്പും ഉണ്ട്, സ്കിൻ കെയറും ഉണ്ട്. അപ്പം എൻ്റെ പ്രോഡക്ട്സ് എല്ലാം വന്നപ്പം എല്ലാം വരുമ്പോൾ മസൂൻ അൺബോക്സ് ചെയ്യണം. അവനാണ് എൻ്റെ സാധനങ്ങളെല്ലാം വരുമ്പോൾ അൺബോക്സ് ചെയ്യുന്നത്. അപ്പം വന്നതെല്ലാം അവൻ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ വന്നതെല്ലാം ഒരു ബോക്സിനകത്താക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതേ ഇത്രയും സാധനങ്ങളുണ്ട് ഞാൻ വാങ്ങിയേക്കുന്ന. ഇത്രയും സാധനങ്ങളുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിക്കാം. ആദ്യം ഞാൻ സ്കിൻ കെയർ പ്രൊഡക്ട്സ് കാണിക്കാം. സ്കിൻ കെയർ ആയിട്ട് ഞാൻ ആദ്യം വാങ്ങിക്കുന്നത് ഈ ഗാർണിയറിന്റെ മൈസെല്ല വാട്ടർ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ മേക്കപ്പ് റിമൂവർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഞാൻ അത്യാവശ്യമല്ല, എവിടെയെങ്കിലും പോകുമ്പോഴും വീട്ടിൽ നിൽക്കുമ്പോഴും അത്യാവശ്യം ഒരുങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എവിടെയെങ്കിലും പോകുന്നതിനേക്കാൾ കൂടുതൽ വീട്ടിൽ നിൽക്കുമ്പോഴും ഞാൻ അത്യാവശ്യം ഒരുങ്ങിയൊക്കെയാണ് നിൽക്കുന്നത്. അപ്പം ഈ കണ്ണ് ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ വീട്ടിൽ ഈ കാജലൊക്കെ കൂടുതലും വാട്ടർ പ്രൂഫും, ഐലൈനർ ഞാൻ യൂസ് ചെയ്തില്ല. കാജലൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് വാട്ടർ പ്രൂഫ് ആയിരിക്കും. അപ്പം എങ്ങനെ നമ്മൾ അത് റിമൂവ് ചെയ്താലും എനിക്ക് നമ്മൾ സ്ഥിരമായിട്ട് കാജലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് ഒക്കെ വരുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം എങ്ങനെയൊക്കെ ഫേസ് വാഷ് ഒക്കെ ഇട്ട് കളഞ്ഞാലും കാജലൊന്നും പോകാത്ത പോലെ തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ എന്നും എണ്ണയൊക്കെ ഇട്ട് ആണ് എൻ്റെ മേക്കപ്പ് ഒക്കെ ഞാൻ കളയുന്നത്. അങ്ങനെ കളയുന്ന സാഹചര്യത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് മുഖത്ത് പിമ്പിൾസ് വരുന്നത് പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതുപോലത്തെ ഒരു മേക്കപ്പ് റിമൂവർ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് വൈകുന്നേരം അല്ല നമ്മളെപ്പോൾ ഫേസ് വാഷ് ചെയ്യുന്നോ അതിന് മുമ്പായിട്ട് ഇതുപോലത്തെ ഒരു മേക്കപ്പ് റിമൂവർ ഉപയോഗിച്ച് ഒരു കോട്ടൺ പാഡിലോട്ട് കുറച്ച് മേക്കപ്പ് റിമൂവർ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഫേസിൽ നല്ലപോലെ വൈപ്പ് ചെയ്ത് കൊടുത്ത് ആദ്യം ഒന്ന് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഫേസ് വാഷ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുഖത്തുള്ള അവിടെ ഇവിടെ ഇരിക്കുന്ന കരിയോ കുത്തോ നമ്മുടെ പെട്ടെന്ന് നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പം എത്താത്തടുത്തുള്ള മേക്കപ്പ് ഒക്കെ ആണെങ്കിലും ഇതുപോലെ നമ്മൾ ഈ മൈസെല്ല വാട്ടർ ഉപയോഗിച്ചാൽ പോകും. ഇതിപ്പം ഇതുപോലത്തെ ഒരു കോട്ടൺ പാഡ് തന്നെ വേണമെന്നില്ല, ഒരു തുണിയിലോട്ട് ഇട്ടിട്ട് തുടച്ചു കളഞ്ഞാലും ഇതുപോലെ കരിയൊക്കെ നമ്മുടെ കണ്ണിൽ നല്ലപോലെ ഉണ്ട്. ഇപ്പം തന്നെ ഈ എഴുതിയേക്കുന്ന കാജലൊന്നും നമ്മൾ അല്ലാതെ തുടച്ചു കളഞ്ഞാലോ ഫേസ് വാഷ് ഇട്ട് കഴുകിയാലോ ഒന്നും പോത്തില്ല. പക്ഷേ ഇതുപോലത്തെ ഒരു മൈസെല്ല വാട്ടർ ഇട്ട് നമ്മൾ തൂത്ത് കളയാമെങ്കിൽ പെട്ടെന്ന് പോകും. ഇതുപോലെ കുറച്ചെടുക്കണം, ഒരു 10 സെക്കൻഡ് ഇങ്ങനെ ഒന്ന് വെക്കണം, തൂത്ത് കളയണം, അപ്പം തന്നെ പോകും. എന്നിട്ട് നമ്മൾ ഫേസ് വാഷ് ഇട്ട് ചെയ്താൽ അതിന് നമ്മൾ ഡബിൾ ക്ലൻസിങ് മെത്തേഡ് എന്നാണ് പറയുന്നത്. ആദ്യം ഇത് ഉപയോഗിച്ച് മായ്ച്ചിട്ട് പിന്നെ ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകണം. അപ്പോൾ ഇതെനിക്കൊരെണ്ണം അത്യാവശ്യമായിട്ട് തോന്നിയായിരുന്നു. ഞാൻ നേരത്തെ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് കുറച്ച് നാളിനൊക്കെ മുന്നേ. അപ്പം ഞാൻ പിന്നെയും എനിക്ക് ഇതൊരെണ്ണം വേണമെന്ന് തോന്നി. എണ്ണ ഇട്ടിട്ട് എനിക്ക് ഇതുപോലെ പിമ്പിൾസ് വരുന്നു എണ്ണ ഉപയോഗിച്ച് മായ്ച്ചിട്ട്. അപ്പം ഞാൻ എന്തായാലും ഇതൊരെണ്ണം വാങ്ങി. ഇതിന് 449 റേറ്റ് വരുന്നത്. എനിക്കൊരു 200 സംതിങ് ആ ഒരു വിലക്ക് ഇപ്പം ഈ പിങ്ക് ഫ്രൈഡേ സെയിൽ വന്നപ്പോൾ കിട്ടിയത്. ഇത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. 400 ml ഇത്. എനിക്ക് കുറച്ചധികം നാൾ ഉപയോഗിക്കാൻ മാത്രമുണ്ട്. ഇപ്പം ഞാൻ ചില ദിവസങ്ങളിലേക്ക് ഇങ്ങനെ കണ്ണെഴുതത്തുള്ളൂ. അങ്ങനെ എഴുതുന്ന ദിവസങ്ങളിൽ ഞാൻ ഇത് ഉപയോഗിച്ച് ഉറപ്പായിട്ട് മായ്ച്ച് കളഞ്ഞിട്ട് മാത്രമേ ഞാൻ ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം കഴുകത്തുള്ളൂ. അതുപോലെ നമ്മൾ മേക്കപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ മേക്കപ്പ് വെച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും കിടന്നുറങ്ങരുത്. നമുക്ക് ഭയങ്കരമായിട്ട് പിമ്പിൾസ് വരാനും നമ്മുടെ മുഖമൊക്കെ ഡാമേജ് ആകാനും സാധ്യതയുണ്ട്. നമ്മൾ ആ മേക്കപ്പ് മായ്ച്ച് കളയാതെ ഒരിക്കലും കിടന്നുറങ്ങരുത്. അപ്പം അതിനുവേണ്ടി ഞാനൊരു മൈസെല്ല വാട്ടർ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഗാർണിയർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ. വേറെ ഒക്കെ ഉണ്ട്, പക്ഷേ ഉള്ളത് കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ളതില്ല. അതുകൊണ്ട് ഞാൻ ഇതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ രണ്ടാമത് ഞാൻ വാങ്ങിച്ചത് ഈ ഒരു ഹെയർ സിറവ.
ലോറിയലിന്റെ ഈ ഒരു ഹെയർ സിറം ഞാനിത് മൂന്നാമതോ വാങ്ങിക്കുന്നത്. ഇതൊരു അടിപൊളി സാധനം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ ഷാമ്പു വാഷ് ചെയ്യാത്തൊരു വ്യക്തിയാണ്. എങ്കിലും ചെയ്യുന്ന സമയത്ത് മുടി നല്ലതായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മുടിയൊക്കെ ഇങ്ങനെ പറന്നു അല്ലാതെ കിടക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് കുറച്ച് എണ്ണയൊക്കെ എടുത്ത് തൂത്തിട്ട് മുടിയൊക്കെ ഇങ്ങനെ ഒതുക്കി വെച്ചിട്ട് കെട്ടുന്നതാണ്. ആ സമയത്ത് ഇതുപോലൊരു സിറം ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് നമ്മുടെ മുടിയൊക്കെ ഒതുങ്ങിയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് ഷാമ്പു വാഷ് ചെയ്തിട്ട് വന്നിട്ട് ഈ സിറം ഒക്കെ ഒന്ന് കുറച്ച് തേച്ചൊക്കെ കൊടുക്കുവാണെങ്കിൽ മുടിയൊക്കെ ഡ്രൈ ആയി കഴിയുമ്പോൾ നല്ല സിൽക്കി ആൻഡ് സ്മൂത്ത് ആയിട്ടൊക്കെ കിടക്കും നമ്മുടെ മുടി. അപ്പം അതിന് ഈ ഒരു സിറം വേറെ ഉണ്ട്. സിറം സ്ട്രീക്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ സിറം ഞാൻ വാങ്ങിയിട്ടുണ്ട്, അതും നല്ലതാ. അപ്പം ഈ ഒരു സിറം ഞാൻ വാങ്ങി. ഇത് 100 ml ക്വാണ്ടിറ്റി. ഈ ഒരു സിറം ഇതിന്റെ റേറ്റ് വന്നിട്ട് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, ഇതിനകത്ത് റേറ്റ് കിടപ്പില്ല. ഇത് 600 എത്രയോ, പക്ഷെ എനിക്ക് 300 ആ ഒരു റേഞ്ചിനാണ് കിട്ടിയത്. ഇതൊക്കെ വന്നപ്പോൾ തന്നെ വസ്തു എല്ലാം അൺബോക്സ് ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കും. അമ്മയ്ക്ക് വരുന്ന സാധനം ഞാൻ അപ്പം തന്നെ അൺബോക്സ് ചെയ്ത് അമ്മയെന്ന് പറഞ്ഞ് വസ്തു എല്ലാം അൺബോക്സ് ചെയ്തിരിക്കും. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ലോറിയലിൻ്റെ ഒരു ഹെയർ സിറം ആയിരുന്നു. ഇത് അടിപൊളിയാണ്. ഇതൊക്കെ മിക്കവർക്കും അറിയായിരിക്കും, മിക്ക ആളുകളും വാങ്ങിയിട്ടുള്ളതായിരിക്കും ഇതൊക്കെ. അപ്പം എൻ്റെ രണ്ടാമത്തെ പ്രൊഡക്റ്റ് ഇതാണ്. ഈ മൈസെല്ലാർ വാട്ടറും ഈ ഹെയർ സിറം ഒക്കെ എൻ്റെ റീപർച്ചേസാണ്. ഇതൊക്കെ ഞാൻ രണ്ടാമത് വാങ്ങിയതാണ്. പിന്നെ അടുത്തത് വന്നിട്ട് ഒരു ഫേസ് സിറമാണ്, വൈറ്റമിൻ സി സിറമാണ്. ഡെർമാക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ 50% വൈറ്റമിൻ സി സിറമാണ്. ആദ്യമായിട്ട് വൈറ്റമിൻ സി സിറം ഉപയോഗിക്കുന്നവരാണെങ്കിൽ 10% അല്ലെങ്കിൽ 5% ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ കുറച്ച് ഉപയോഗിക്കുന്നത് കൊണ്ട് ഞാൻ 50% ഉപയോഗിക്കുന്നതേ ഉള്ളൂ. വൈറ്റമിൻ സി സിറം ഉപയോഗിക്കുന്ന നമ്മുടെ മുഖം കുറച്ച് ബ്രൈറ്റ് ആകാനും നമ്മുടെ മുഖത്തെ പാടൊക്കെ ഒന്ന് ഫേഡ് ആകാനും അങ്ങനെ ഞാൻ ഡെയിലി മോർണിംഗിലാണ് ഉപയോഗിക്കുന്നത്. ഇത് ഒരു വാട്ടർ ബേസ് ആയിട്ടുള്ള ഒരു സിറമാണ്. പെട്ടെന്ന് നമ്മുടെ സ്കിന്നിനോട്ട് അബ്സോർബ് ആകും, ഓയിലി ഒന്നും അല്ല. അതുപോലെ തന്നെ എന്തുവാ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിറം. ഞാൻ വേറെ അങ്ങനെ വൈറ്റമിൻ സി സിറം ഡെർമാക്കോയുടെ അല്ലാതെ വേറെ ബ്രാൻഡിൻ്റെ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. നിയാസിനമൈഡ് ഒക്കെ വേറെ ഏതായിരുന്നു, മറ്റേ ഓർഡിനറിയുടെ ഒക്കെ ഞാൻ നിയാസിനമൈഡ് സിറം ഓർഡിനറിയുടെ ഡെർമാക്കോയുടെ ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ വിറ്റമിൻ സി ഞാൻ ഡെർമാക്കോയുടെ മാത്രമേ ട്രൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് നാൾ ഞാൻ നിർത്തി വെച്ചിട്ട് എൻ്റെ മുഖത്ത് കുറച്ച് പിമ്പിൾസ് ഒക്കെ കൂടുതലായിട്ട് വരുന്നതുകൊണ്ട് ഞാൻ മുഖത്തിനൊരു റെസ്റ്റ് കൊടുത്തിരിക്കുമായിരുന്നു. മുഖത്ത് വേറെ സിറമോ കാര്യങ്ങളോ അങ്ങനെ സൺസ്ക്രീൻ പോലും തേക്കാതെ എൻ്റെ മുഖത്തിന് ഞാനൊരു റെസ്റ്റ് കൊടുത്തിരിക്കുമായിരുന്നു. അപ്പം ഞാൻ വീണ്ടും കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്യാമെന്ന് കരുതി വാങ്ങിയതായി വൈറ്റമിൻ സി സിറം. 50% വിറ്റാമിൻ സി ഉള്ള ഈ ഒരു സിറമാണ് ഞാൻ വാങ്ങിയത്. അപ്പം ഇതായിരുന്നു ഞാൻ അടുത്തതായിട്ട് വാങ്ങിയത്. പിന്നെ ഞാൻ വാങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയൊരു സാധനമാണ്, ഭയങ്കര ഹൈപ്പ് ഇരിക്കുന്ന ഒരു സാധനം, ഒരുപാട് വൈറലായിട്ടുള്ള ഒരു സാധനം, കേട്ടിട്ടില്ലാത്തവരാരും കാണത്തില്ല. ഈ കോസാറക്സിന്റെ സ്നെയിൽ മ്യൂസിൻ പവർ എസൻസ്. ഇതെല്ലാവരും കേട്ടിട്ടുള്ളൂ, ഇത് ഒരു പ്രാവശ്യമെങ്കിലും കേട്ടിട്ടില്ലാത്ത ആരും കാണത്തില്ല. ഇത് ഉപയോഗിച്ചിട്ട് ഒരുപാട് ഗുണമുണ്ടെന്ന് പറഞ്ഞ ആളുകളുണ്ട്, ഒരു ഗുണം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. പക്ഷെ ഇത് ഉപയോഗിച്ചിട്ട് ആർക്കും ദോഷമൊന്നും വന്നെന്ന് ഞാൻ കേട്ടിട്ടില്ല. എന്തായാലും ഞാൻ ഇതൊരെണ്ണം വാങ്ങി. ഞാൻ കുറേ നാളുകൊണ്ട് ഇത് വാങ്ങണം എന്ന് ഇങ്ങനെ കരുതുന്നുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഈ സെയിൽ വന്നപ്പോൾ നല്ല ഓഫർ കിട്ടിയതുകൊണ്ട് ഞാനങ്ങ് വാങ്ങിയതാ. അപ്പം എൻ്റെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ സ്നെയിൽ മ്യൂസിൻ പവർ എസൻസാ. ഇത് എനിക്കിട്ടിട്ട് നല്ല അടിപൊളി ഒരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മുടെ സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഇതിൻ്റെ ഒരു ടെക്സ്ചർ ഇതിനെ ഇത്രയും വൈറലാക്കിയത്. ഇത് കണ്ടില്ലേ, ഇത് ഭയങ്കര ഒരു നല്ല ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ. ഞാനിത് മോയ്സ്ചറൈസറും സൺസ്ക്രീനും സിറം ഒക്കെ ഇടുന്ന കൂട്ടത്തിൽ മോർണിംഗിലായിട്ട് കൊടുക്കുന്നത്. ഇതിട്ട് കഴിയുമ്പോൾ എൻ്റെ സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം തന്നെ കണ്ടില്ലേ, നല്ല കുറച്ച് സമയത്തേക്ക് സ്കിന്ന് ഭയങ്കര സോഫ്റ്റ്, ഇങ്ങനെ ഒരു സിൽക്കി ടെക്സ്ചർ ആയിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് സ്കിന്ന്. ഞാനിപ്പോൾ ഇത് ഡെയിലി ഇടുന്നുണ്ട്, മോർണിംഗിലാണ് ഇടുന്നത്, നൈറ്റ് ഇടാറില്ല. അപ്പം എനിക്ക് എന്തായാലും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കുറച്ച് നേരത്തെ ഇത് വാങ്ങണമായിരുന്നു എനിക്ക് തോന്നി. നിങ്ങൾക്ക് വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആമസോണിൽ ഇത് നല്ല ഓഫർ കിടപ്പുണ്ട്. ഇല്ലെങ്കിൽ ഇത് സെയിൽ വരുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് വാങ്ങി നോക്കണം. നല്ല അടിപൊളി ഒരു സാധനം. ഇത് നമ്മുടെ മുഖത്തെ പിമ്പിൾസ് മാറാനും പിമ്പിൾസ് വന്ന പാട് മാറാനും പിന്നെ ഇത് നമ്മുടെ സ്കിന്ന് ഒരു ദിവസം ഫുള്ള് ഹൈഡ്രേറ്റ് ആക്കി വെക്കാനും ഒക്കെ ഉപയോഗിക്കാം. നമുക്ക് മോയ്സ്ചറൈസറിന് പകരമായിട്ട് ഉപയോഗിക്കാം, അതല്ല ടോണറിന് പകരമായിട്ട് ഉപയോഗിക്കാം. ഒരു ദിവസം മൊത്തം ഇത് നമ്മുടെ സ്കിന്ന് ഹൈഡ്രേറ്റ് ആക്കി വെക്കും. നല്ല അടിപൊളിയാണ്. ഇത് കോസാറക്സിന്റെ സ്നെയിൽ മ്യൂസിൻ പവർ എസൻസ്. അപ്പം ഇതാണ് എൻ്റെ അടുത്ത പ്രോഡക്റ്റ്. പിന്നെ ഇതിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇത് സ്നെയിൽ മ്യൂസിൻ പവർ എസൻസ് ആണല്ലോ. അപ്പൊ ഇതിന്റെ മെയിൻ ഘടകം എന്ന് പറയുന്നത് ഒച്ചാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ തിരിഞ്ഞ് നടക്കുന്ന ഒച്ചുണ്ടല്ലോ, ഒച്ചാണ് ഇതിന്റെ മെയിൻ ഒരു ഘടകം. ആ ഒച്ചിന്റെ എന്തോ സംഭവം വെച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒച്ചിന്റെ ഒരു എസൻസ് ആയത്. അത് കേൾക്കുമ്പോൾ നമുക്ക് അറപ്പൊക്കെ തോന്നും, പക്ഷെ ആ ഒച്ചിന്റെ ഇത് വെച്ച് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. അതാണ് സ്നെയിൽ എസൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഇത് ഇത്രയും വൈറലായതും. എന്തായാലും അപ്പൊ ഇതാണ് ഇപ്പൊ എന്റെ അടുത്ത ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്.
പിന്നെ അടുത്തത് ഞാൻ അപ്പൊ എന്റെ സ്കിൻ കെയർ പ്രോഡക്റ്റ് ഒക്കെ ഏകദേശം തീരാറായി. പിന്നെ ഞാൻ അടുത്തത് വാങ്ങിയത് ഫേഷ്യൽ റൈസർ ആയത്. സ്കിൻ കെയർ പ്രോഡക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, വാങ്ങിച്ചിട്ട് ഇതുവരെ യൂസ് ചെയ്തില്ല. ഇപ്പൊ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതേ വാങ്ങിയത്. പക്ഷെ എന്റെ മുഖത്ത് ഈ പിമ്പിൾസ് ഇങ്ങനെ നിൽക്കുന്നത് കാരണം ഞാനിത് യൂസ് ചെയ്തില്ല. ഫേഷ്യൽ റൈസർ, കാർമേസിയുടെ ഫേഷ്യൽ റൈസറാണ് വാങ്ങിയത്. അതെ, ഇതാ ഞാൻ വാങ്ങിയത്. അടുത്തതായിട്ട് ഇത് ഒരു പാക്കറ്റിനകത്ത് 3 എണ്ണം ഉണ്ട്. ഞാൻ ഇതിനു മുമ്പ് സിറോണ എന്ന് പറഞ്ഞ ബ്രാൻഡിന് വാങ്ങിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് കാർമേസിയുടെ വാങ്ങുന്നത്. അപ്പോൾ ഈ ഫേഷ്യൽ റൈസർ എൻ്റെ 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്. മിനിമം നമ്മൾ 2 എണ്ണം പർച്ചേസ് ചെയ്യണമായിരുന്നു. ഒരു പാക്കറ്റായിട്ട് പറ്റത്തില്ല, അതുകൊണ്ട് 2 പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. 2 എണ്ണത്തിൽ കൂടെ 6 എണ്ണം ഉണ്ട്. അപ്പം ഇതോടെ എൻ്റെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് മൊത്തം തീർന്ന് ഇനി എനിക്ക് ഒരുപടി കൂടുതൽ താല്പര്യമുള്ള എൻ്റെ മേക്കപ്പ് പ്രൊഡക്ട്സാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിൽ ആദ്യം തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ലിപ്സ്റ്റിക്കാണ്. ഞാൻ ഇപ്രാവശ്യം അധികം ലിപ്സ്റ്റിക് ഒന്നും വാങ്ങിയില്ല. 2 ലിപ്സ്റ്റിക്കാണ് വാങ്ങിയിട്ടുള്ളൂ. 2 മാക്കിന്റെ ലിപ്സ്റ്റിക് ആയിരുന്നു. ഞാൻ ഭയങ്കര ആഗ്രഹിച്ച് വാങ്ങിയത്. ഞാൻ ഇതിനു മുമ്പ് 2 മാക്കിന്റെ ലിപ്സ്റ്റിക് വാങ്ങിയായിരുന്നു. അപ്പം ഞാൻ മാക്കിന്റെ 2 ലിപ്സ്റ്റിക് നേരത്തെ വാങ്ങിയായിരുന്നു. അതിൽ ഒരെണ്ണം ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആയിരുന്നു. ബുള്ളറ്റ് ലിപ്സ്റ്റിക് പൊതുവെ എല്ലാവർക്കും അറിയാമല്ലോ, ഒട്ടും ട്രാൻസ്ഫർ പ്രൂഫ് അല്ല, പെട്ടെന്ന് സ്പ്രെഡ് ആകും. പിന്നെ മാക്ക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ സംബന്ധിച്ച് അത് ഒട്ടും കെമിക്കൽ ഒന്നും യൂസ് ചെയ്യാതെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് തന്നെ നമ്മുടെ ലിപ്സ് ഒന്നും പിഗ്മെന്റഡ് ആക്കത്തില്ല, നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാം. അതൊക്കെ വിശ്വസിച്ച് ഞാൻ വീണ്ടും സെയിൽ വന്നപ്പോൾ പെട്ടെന്ന് ഒരെണ്ണം വീണ്ടും പോയി വാങ്ങിയത്. അതേ ഈ ഒരു ലോക്ക്ഡ് കിസ്സിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു ലിപ്സ്റ്റിക്ക്. പക്ഷേ എനിക്ക് അത്ര അങ്ങോട്ട് സൂചിച്ചില്ല, ഭയങ്കര ഡ്രൈ ആക്കുന്നുണ്ട്. ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് പൊതുവെ, ലിക്വിഡ് ലിപ്സ്റ്റിക്ക് പൊതുവെ ഡ്രൈയിങ് ആണ് കുറച്ചൊക്കെ. എന്നാൽ ലിപ്സ്റ്റിക്ക് ഡ്രൈയിങ് അല്ലാത്ത ലിപ്സ്റ്റിക്കും ഉണ്ട്. പക്ഷേ ഇത് ഭയങ്കര ഡ്രൈയിങ് ആയിരുന്നു, ഒരു രക്ഷയില്ലാത്ത ഡ്രൈയിങ്. നമ്മുടെ ചുണ്ടത്ത് എന്തോ ഇരിക്കുന്ന ഒരു ഫീല്. എനിക്കത് എത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ഷെയ്ഡൊക്കെ കൊള്ളാം, ഇതാണ് ഷെയ്ഡ്. ഈ ഒരു കളറൊക്കെ കൊള്ളാം, പക്ഷെ എനിക്ക് ഇത് ഭയങ്കര ഡ്രൈയിങ് ആയിട്ട് തോന്നി. അപ്പോൾ അത് ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ പിന്നെ വാങ്ങിയത്. ഇതെനിക്ക് റിട്ടേൺ ചെയ്യാമായിരുന്നു, വേണമെങ്കിൽ ഞാൻ ചെയ്തില്ല. അപ്പം എനിക്ക് ഭയങ്കര ഒരു അബദ്ധം പറ്റിയതായത്. ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക്, എങ്കിലും ഞാൻ റിട്ടേൺ ചെയ്തില്ല. ഇരിക്കട്ടെ നോട്ട്. ഇപ്പം എന്തായാലും പിന്നെ ലിപ്സ്റ്റിക്ക് വാങ്ങിയത് ഇതായിരുന്നു. പിന്നെ ഞാൻ അടുത്തത് വാങ്ങിയതും ഒരു ലിപ്സ്റ്റിക് ആയിരുന്നു. ഇത് പൗഡർ കിസ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആയിരുന്നു. ഇത് ഷെയ്ഡൊക്കെ കൊള്ളാം. ഡിവോട്ടഡ് ടു ചില്ലി എന്ന് പറഞ്ഞൊരു ഷെയ്ഡായിരുന്നു. ഭയങ്കര ഹൈപ്പ് നിൽക്കുന്നൊരു ഷെയ്ഡൊക്കെ ആയിരുന്നു. ഇതും ഒട്ടും ട്രാൻസ്ഫർ പ്രൂഫ് അല്ലെന്നുള്ളത് എന്നെ അതിശയപ്പെടുത്തി കളഞ്ഞ കാര്യം. ഇത് ഒരുമാതിരി ഒരു ക്രീം പോലെ ഇരിക്കും നമ്മുടെ ചുണ്ടത്ത്. എന്തോ നമ്മളിങ്ങനെ എനിക്ക് ഇത് ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ചുണ്ടത്ത് എന്തോ തരിതരി പോലെ കണ്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ ചുണ്ടിൻ്റെ തൊലി പൊളിഞ്ഞാണോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അല്ല, ഈ ലിപ്സ്റ്റിക്ക് അങ്ങനെയാണ്. ഇതൊരു അങ്ങനെ ഒരു ക്രീം പോലെ ഒരു ബ്ലറി എഫക്റ്റാണ് നമ്മുടെ ചുണ്ടത്ത്. പക്ഷെ ഒട്ടും ഡ്രൈയിങ് അല്ല ഇത്. നല്ലൊരു കണ്ടോ, ഇങ്ങനൊരു ഫീല്. നല്ലൊരു വാനില എസൻസിൻ്റെ സ്മെല്ലൊക്കെ. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്കും അത്ര അങ്ങോട്ട് ഇട്ടാൽ അവിടെ തന്നെ ഇരിക്കും എന്നങ്ങോട്ട് പറയാൻ വയ്യ. അപ്പോൾ ഈ രണ്ടും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇതായില്ല. ഇത് ഇട്ടാൽ അവിടുന്ന് പോകത്തില്ല, എങ്കിൽ ഇത് ഇട്ടാൽ അവിടെ ഇരിക്കത്തില്ല. അങ്ങനെ ഇത് രണ്ടും എനിക്ക് അത്ര അങ്ങോട്ട് ഇതായില്ലെന്ന് വേണം പറയാൻ. എങ്കിൽ രണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോകാം, അത്രേ ഉള്ളൂ. അപ്പോൾ രണ്ടാമത്തത് എൻ്റെ മേക്കപ്പ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഈ 2 ലിപ്സ്റ്റിക്കാണ്. മാക്കിൻ്റെ ഈ 2 ലിപ്സ്റ്റിക്കായിരുന്നു. പിന്നെ അടുത്തത് ഞാൻ കുറേ നാളുകൊണ്ട് വാങ്ങണം, എന്തിനാണ് എനിക്കിത് വാങ്ങുന്നത് എന്ന് ഞാൻ ആലോചിച്ചു. പിന്നെ ഞാൻ ഓർത്തിരിക്കട്ടെ, എന്നാലും ഈ എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിലുണ്ടല്ലോ, എങ്കിൽ പിന്നെ ഇങ്ങനത്തെ ഒരു ഐറ്റം കൂടെ നമ്മുടെ കയ്യിൽ ഇരുന്നോട്ടെ എന്ന് കരുതി ഞാൻ വാങ്ങിയതാണ്. പിന്നെ അത് മാത്രമല്ല, എൻ്റെ കണ്ണിന് ചുറ്റും ഭയങ്കര ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. എങ്കിൽ പിന്നെ ഇങ്ങനത്തെ ഒരു സാധനം എൻ്റെ കയ്യിൽ എനിക്ക് വേണം എന്നെനിക്ക് തോന്നി. അങ്ങനെ ഞാൻ വാങ്ങിയൊരു സാധനം ഇത് ഒരു ഐഷാഡോ പാലറ്റ്, ചെറിയൊരു ഐഷാഡോ പാലറ്റ്. അത് കെ ബ്യൂട്ടിയുടെയാണ്. കെ ബ്യൂട്ടി എന്ന് പറഞ്ഞ ബ്രാൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതിൻ്റെ കോമ്പാക്റ്റ് സാധനങ്ങളൊക്കെ നേരത്തെ വാങ്ങിയിട്ടുള്ളതാണ്. അപ്പം കെ ബ്യൂട്ടിയുടെ ഒരു ഐഷാഡോ പാലറ്റ് ഞാനിത് വാങ്ങിയതാണ്. ഇത് എൻ്റെ കണ്ണിൻ്റെ ചുറ്റിനും നല്ല ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. അപ്പം ഭയങ്കര ഡാർക്ക് ഷെയ്ഡ് ഇട്ട് കണ്ണിൻ്റെ പുറമൊന്നും ചുമപ്പിച്ച് വെക്കാനല്ല, നമ്മുടെ ചെറിയ ന്യൂഡായിട്ടുള്ള ഷെയ്ഡൊക്കെ ഇട്ട് നമ്മുടെ കണ്ണിൻ്റെ മണ്ടയ്ക്കത്തെ ഈ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഒന്ന് മറയ്ക്കാമല്ലോ എന്ന് കരുതി ഞാൻ വാങ്ങിയതാണ്. ഒരു 9 ഷെയ്ഡ് വരുന്ന ഒരു ഐഷാഡോ പാലറ്റ്. ഇതിനകത്ത് ഒരു 4 എണ്ണം ഷിമ്മർ ഷെയ്ഡും ഒരു 5 എണ്ണം സാധാ മാറ്റ് ഷെയ്ഡുമാണ്. ഇതിനകത്ത് 5 എണ്ണത്തിൽ കോറൽ എന്ന് പറഞ്ഞ ഷെയ്ഡ് നല്ലൊരു പിങ്ക് കളറാണ്. ബാക്കി 4 എണ്ണം 1, 2, 3, 4 ഈ 4ഉം നല്ല ന്യൂഡ് കളറാണ്. ഇതിനകത്ത് ഞാനിപ്പോൾ മിക്കപ്പോഴും പുറത്ത് പോകുമ്പോൾ ഈ ഒരു കളർ ഇടും. ഈ ഒരു കളർ ഇട്ട് കഴിഞ്ഞാൽ നല്ല പോലെ എൻ്റെ കണ്ണിൻ്റെ പുറത്ത് ഡാർക്ക് സർക്കിൾസ് ഒക്കെ കവറാകുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല അപ്പോൾ അതെ, ഈ ഒരു ഐഷാഡോ പാലറ്റ് ഞാൻ വാങ്ങി. എന്തായാലും എനിക്ക് ഒരുപാട് കളറൊന്നും ഉള്ളത് വേണ്ട, വളരെ കുറച്ച് കളറുള്ളത് മതി എന്നായിരുന്നു.
അപ്പോൾ എന്തായാലും വാങ്ങുമ്പോൾ ഒരു നല്ലത് തന്നെ ഇരിക്കട്ടെ നോക്കാൻ ഞാൻ കെ ബ്യൂട്ടിയുടെ വാങ്ങിയത്. ഞാൻ ഇതിന് മുമ്പ് പണ്ട് എപ്പോഴോ സ്വിസ് ബ്യൂട്ടി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ വാങ്ങിയായിരുന്നു, പക്ഷേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം വാങ്ങിയപ്പോൾ നല്ല ഒരെണ്ണം ഇരിക്കട്ടെ എന്ന് തന്നെ കരുതി ഞാൻ ഈ കെ ബ്യൂട്ടിയുടെ ഇത് വാങ്ങിയത്. നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇടാമല്ലോ. പിന്നെ ഈ ഷിമർ ഷെയ്ഡൊന്നും ഞാൻ എന്തായാലും യൂസ് ചെയ്യത്തില്ല, അതിൻ്റെ ആവശ്യമൊന്നും എനിക്ക് ഒരിക്കലും വരത്തില്ല, അതെനിക്ക് നല്ല ഉറപ്പാണ്. പിന്നെ ഈ ബാക്കിയുള്ള ഷെയ്ഡൊക്കെ എനിക്ക് യൂസ് ചെയ്യാം. ഇതിൽ ഈ ഒരു ഷെയ്ഡ് എനിക്ക് അത്ര വിശ്വാസമില്ല, ബാക്കി 4 ഷെയ്ഡും എനിക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ഈ ഒരു ഐഷാഡോ പാലറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇത് ഓർഡർ ചെയ്തിട്ട് ഇത് വരുന്നതോർത്ത് ഇത്രയും സാധനങ്ങളുടെ കൂട്ടത്തിൽ 2 സാധനം വരുന്നതോർത്താണ് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ടിരുന്നത്. ഒന്ന് ഇതും ഒന്ന് വേറെ സാധനം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതേ ഈ ഒരു ഐഷാഡോ പാലറ്റ് ഇതെല്ലാം മസ്സും അൺബോക്സ് ചെയ്തത്. നേരത്തെയൊക്കെ ആണെങ്കിൽ അവൻ എൻ്റെ സാധനങ്ങൾ എടുത്ത് അൺബോക്സ് ചെയ്ത് അതിലൊന്നും പണിയുമായിരുന്നു. പക്ഷെ ഇപ്പം എന്ത് പറ്റിയോ അവൻ വലുതായി, അവന് കുറച്ച് അറിവും വിവരമൊക്കെ വെച്ചുകൊണ്ടായിരിക്കും എൻ്റെ സാധനങ്ങളൊന്നും എടുത്ത് അവൻ പണിയുന്നില്ല. അപ്പോൾ ഈ ഒരു ഐഷാഡോ പാലറ്റ് കെ ബ്യൂട്ടിയുടെ നല്ല, അതിൻ്റെ പുറമൊക്കെ ഇതിൻ്റെ പാക്കേജിങ് ഒക്കെ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു മാഗ്നറ്റാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഐഷാഡോ പാലറ്റ് ഞാൻ അടുത്തതായിട്ട് വാങ്ങിയത്. പിന്നെ അടുത്തത് വാങ്ങിയത് കെ ബ്യൂട്ടിയുടെ തന്നെ ഒരു കോമ്പാക്ട് പൗഡറാണ്. ഞാൻ അങ്ങനെ ഫേസിൽ ടാൽക്കം പൗഡർ യൂസ് ചെയ്യുന്ന ഒരാളല്ല, അങ്ങനെ നല്ല ഒട്ടും യൂസ് ചെയ്യത്തില്ല. വീട്ടിൽ നിൽക്കുവാണെങ്കിൽ കൂടെ ഞാൻ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുന്നത്. എനിക്ക് ടാൽക്കം പൗഡർ യൂസ് ചെയ്താൽ മുഖത്ത് പെട്ടെന്ന് പിമ്പിൾസ് വരുന്നത് പോലെ തോന്നും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇനി എൻ്റെ തോന്നലാണോ എന്ന് എനിക്കറിയത്തില്ല, എനിക്ക് പെട്ടെന്ന് പിമ്പിൾസ് വരുന്ന പോലെ തോന്നും. അതുകൊണ്ട് ഞാൻ പരമാവധി ഇതുപോലത്തെ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പം ഞാൻ ആദ്യമൊക്കെ വേറെ ബ്രാൻഡിൻ്റെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് ഞാൻ ഈ കെ ബ്യൂട്ടിയുടെ തന്നെ യൂസ് ചെയ്യുന്നത്. ഇത് നല്ല അടിപൊളിയാണ്, പക്ഷേ ഷെയ്ഡ് ഒരു ചെറിയ വ്യത്യാസം വന്നു പോയി. കഴിഞ്ഞ തവണ വാങ്ങിയതല്ല ഇത്തവണ വാങ്ങിയത്, പക്ഷേ കുഴപ്പമില്ല. ഷെയ്ഡിന് ചെറിയൊരു വ്യത്യാസം വന്നു പോയി. കഴിഞ്ഞ തവണ വാങ്ങിയ ഷെയ്ഡ് അല്ല ഇത്തവണ വാങ്ങിയത്, പക്ഷെ കുഴപ്പമില്ല. ഇങ്ങനെ ഇട്ടൊക്കെ നോക്കിയപ്പോൾ കറക്റ്റ് ആയിരുന്നു. അതെ, കെ ബ്യൂട്ടിയുടെ ഒരു കോമ്പാക്ട് പൗഡറാണ് അടുത്ത വാങ്ങിയേക്കുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 110Y ലൈറ്റ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. കഴിഞ്ഞ തവണ വാങ്ങിയത് 110Y മീഡിയം എന്ന് പറഞ്ഞ ഷെയ്ഡായിരുന്നു. അപ്പോൾ ഇത്തവണ ലൈറ്റ്, കഴിഞ്ഞ തവണ മീഡിയം. അപ്പം മീഡിയം എനിക്ക് കുറച്ച് എൻ്റെ ഫേസ് ഡള്ളാകുന്ന പോലെ ഇരുന്നു. അപ്പം ഇത് ലൈറ്റ് ആണെങ്കിൽ എനിക്ക് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ പാക്കേജിങ് ഒക്കെ നല്ല അടിപൊളി പ്രീമിയം പാക്കേജിങ്. പുറത്തൊക്കെ ഇങ്ങനെ കെ എന്നൊക്കെ എഴുതി. കെ ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക്ക് ട്രൈ ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം, പക്ഷെ ഞാൻ വാങ്ങിയില്ല ഇതുവരെ. ഇനി അടുത്ത സെയിൽ എപ്പോഴെങ്കിലും വരുമ്പോൾ ഒരെണ്ണം വാങ്ങണം. അപ്പോൾ അതെ, എൻ്റെ അടുത്ത പ്രൊഡക്റ്റ് കെ ബ്യൂട്ടിയുടെ ഒരു കോമ്പാക്ട് പൗഡറാണ്. ഇത് ഞാനിപ്പം യൂസ് ചെയ്തില്ല, എൻ്റെ അടുത്ത് ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തീർന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ വാങ്ങിയത് ഒരു ഫൗണ്ടേഷനാണ്. കുറേ നാളുകൊണ്ട് ഞാനൊരു ഫൗണ്ടേഷൻ വാങ്ങണം എന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുക. എപ്പോൾ ഞാൻ ഓൺലൈനിൽ നിന്ന് ഫൗണ്ടേഷൻ വാങ്ങിയാലും എനിക്ക് പണി കിട്ടും. കറക്റ്റ് കളറിനനുസരിച്ചുള്ള ഫൗണ്ടേഷൻ എനിക്ക് കിട്ടാറില്ല. അപ്പം നിങ്ങൾ ഓർക്കും ഇത്തവണ കിട്ടിയെന്ന്. ഇത്തവണയും കിട്ടിയില്ല. ഇത്തവണയും അങ്ങോട്ട് കറക്റ്റിന് കിട്ടിയില്ല, ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ സാരമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം, വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് പുതിയൊരു ഫൗണ്ടേഷനാണ്, മേബിലിൻ്റെ ലൂമിമാൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ പുതിയൊരു ഫൗണ്ടേഷനാണ്. നല്ല ഓഫറിന് കിട്ടി എനിക്കിത്. ഇതാണ് ഷെയ്ഡ് വന്നിട്ട്. അത്യാവശ്യം എൻ്റെ സ്കിന്നിനോട് ബ്ലെൻഡ് ആയി പോകുന്ന ഒരു ഷെയ്ഡാണ് കിട്ടിയത്. വലിയ കുഴപ്പമില്ല, എങ്കിലും കുറച്ചും കൂടെ വ്യത്യാസം വരുത്തായിരുന്നു എന്ന് എനിക്ക് തോന്നി. അത്യാവശ്യം കറക്റ്റ് ഷെയ്ഡൊക്കെയാണ് കിട്ടിയത്. അപ്പം അടുത്തത് ഈ ഒരു ഫൗണ്ടേഷനാണ്. ഇത് 799 രൂപ ഇതിൻ്റെ റേറ്റ് വന്നിട്ട്. ഇതെനിക്ക് ഭയങ്കര ഓഫറിലാണ് കിട്ടിയത്. ചില ദിവസങ്ങളിലൊക്കെ രാത്രി 50% ഓഫ്, അതുപോലെ ബൈ 1 get 1 ഓഫ്, അങ്ങനെയൊക്കെ വരുന്ന സമയം കാണും രാത്രി. അപ്പം നമുക്ക് മെസ്സേജ് വരും. അപ്പം ഞാൻ പെട്ടെന്ന് ഓർഡർ ചെയ്തത് 50% ഓഫ് വരുന്ന സമയത്തൊക്കെ ഞാനിത് ഓർഡർ ചെയ്തത്. അതുകൊണ്ട് എനിക്ക് നല്ല ഓഫറിലാണ് ഇത് കിട്ടിയത്. നല്ലൊരു ഫൗണ്ടേഷനായിരുന്നു. ഞാൻ ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളൂ. ഇപ്പം നമുക്ക് മേക്കപ്പ് ഒന്നുകൊണ്ട് പുറത്ത് പോകാൻ പറ്റത്തില്ല. വെളി ഭയങ്കര വെയിലാണ്. നമ്മൾ എന്തെല്ലാം ഇട്ട് വെളി ഇറങ്ങിയാലും പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് വിയർത്തൊലിച്ച് പോകും. അപ്പം തന്നെ നമുക്ക് പ്രാന്ത് എടുക്കും. അതുകൊണ്ട് ഇപ്പോൾ ഒന്നും ഇട്ടുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, സിറം എന്തെങ്കിലും ഇട്ട് മാത്രമേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. വേറെ എന്ത് നമ്മൾ അതിൻ്റെ പുറത്തിട്ടാലും എല്ലാം വിയർത്തൊലിച്ച് പോകും. നമ്മുടെ സാധനവും നഷ്ടം, നമ്മുടെ സമയവും നഷ്ടം. അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും ഇടാറില്ല. ഈ മോയ്സ്ചറൈസറും സൺസ്ക്രീനും സിറം മാത്രമല്ല, അതൊന്നും ഇടത്തില്ല. ഇപ്പോൾ പുതുതായിട്ട് പിന്നെ ഈ സ്നെയിൽ മ്യൂസിനും കൂടി ഇടുന്നുണ്ട്. അല്ലാതെ ഒന്നും ഇടുന്നില്ല. വേറെ എന്ത് നമ്മൾ ഇട്ടാലും എല്ലാം വിയർത്തൊലിച്ച് പോകും. അപ്പോൾ പിന്നെ ഒന്നും ഇടാതിരിക്കുന്നേ നല്ലത്. ഇപ്പം ഞാനിതെല്ലാം അങ്ങനെ ഏകദേശം എൻ്റെ സാധനങ്ങളെല്ലാം തീരാറായി. ഇനി ലാസ്റ്റത്തെ സാധനം ഞാൻ ഏറ്റവും കൂടുതൽ വാങ്ങി വരാൻ വേണ്ടി ഏറ്റവും കൂടുതലും എക്സൈറ്റ്മെൻ്റ് ആയിട്ട് നോക്കിയിരുന്നിട്ട് വാങ്ങി സാധനം കൈ കിട്ടിക്കഴിഞ്ഞ് അയ്യോ വേണ്ടായിരുന്നേന്ന് തോന്നിപ്പോയൊരു സാധനമായിരുന്നു.
വേണ്ട വാങ്ങണ്ടായിരുന്നെന്ന് തോന്നി. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സിനോട് തന്നെ പറഞ്ഞ് കുഴപ്പമില്ല ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഉറപ്പിച്ച് സമാധാനിപ്പിച്ച് ഇപ്പോൾ വലിയ കുഴപ്പമില്ല. ഈ ഒരു സാധനമാണത്. കുറേ നാളുകൊണ്ട് ഞാൻ വാങ്ങിയില്ലെങ്കിൽ പിന്നെ ആ ആഗ്രഹം അങ്ങനെ അങ്ങ് കിടക്കും. പിന്നെ വാങ്ങിക്കഴിയുമ്പോൾ പിന്നെയും വാങ്ങിയില്ലെങ്കിൽ റിഗ്രറ്റ് ചെയ്യും. വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പം ചേട്ടൻ പറയും എന്തായാലും നീ അങ്ങ് വാങ്ങിച്ചു, ഇട്ടില്ലെങ്കിലും അത് വാങ്ങി അവളങ്ങ് വെച്ച് കഴിയുമ്പോൾ പിന്നെ ആ അസുഖം അങ്ങ് തീരുമല്ലോ. അങ്ങനെ അങ്ങ് വാങ്ങിയതാ ഈ ഒരു ബ്ലഷ് സ്റ്റിക്ക്. ഇതും ഈ സ്നെയിൽ മ്യൂസിൻ്റെ കാര്യം പറഞ്ഞാൽ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു സാധനമായിരുന്നു. ഇത് പിക്സിയുടെ ഒരു ബ്ലഷ് സ്റ്റിക്കായിരുന്നു. ഇതിൻ്റെ ആവശ്യം എനിക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ചുമ്മാ ഇരിക്കട്ടെ അങ്ങനെ വാങ്ങിയതാ. വാങ്ങി ഇട്ടില്ലെങ്കിലും എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു സാധനം ഇതിങ്ങനെ തുറന്നിട്ട് ഇതിങ്ങനെ ഊരിയെടുക്കണം. എന്നിട്ട് ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്യണം മുകളിലോട്ട്. എന്നിട്ട് ഇത് നമ്മൾ ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കണം. കണ്ടില്ലേ എന്നിട്ട് കണ്ടില്ലേ, ഇത് ഒരു ബ്ലഷ് സ്റ്റിക്കാണ്. നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൻ്റെ 2 സൈഡിൽ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കൈവച്ച് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ഭയങ്കര പിഗ്മെൻറ്റഡാ, പെട്ടെന്ന് നമ്മുടെ ഫേസിനോട് ഇത് ബ്ലെൻഡ് ആവും. ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര ഒരു ഗ്ലോയാണ് നമ്മുടെ മുഖത്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചത്തു കുത്തിയിരിക്കുന്ന ഫേസൊക്കെ ആണെങ്കിൽ പെട്ടെന്നൊരു ഗ്ലോ വന്ന കണക്ക്, ഒരു തുടിപ്പൊക്കെ ഉള്ളത് കണക്ക് തോന്നും. ഒരു എന്താ പറയുന്ന ഒരു രക്തമയമൊക്കെ ഉണ്ട്, ഒരു തുടിപ്പൊക്കെ ഉള്ള പോലെ തോന്നും നമ്മുടെ ഫേസിന്. അപ്പം ഞാൻ എന്തായാലും ഇത് കുറച്ച് എൻ്റെ ഫേസിൽ ഇട്ട് കൊടുത്തപ്പം കണ്ടില്ലേ ആ ഒരു വ്യത്യാസം. പിന്നെ ബാലൻസ് ഉള്ളത് ഇതുപോലെ മൂക്കിലും ഈ താഴെയുടെ താഴെയും ഒക്കെ തേച്ച് കൊടുക്കണം. അപ്പം ഇതാണ് പിക്സിയുടെ ബ്ലഷ് സ്റ്റിക്ക്. അപ്പം ഇതാണ് ഇതുകൊണ്ടുള്ള പ്രയോജനം. അപ്പം എന്തായാലും ഇതുകൊണ്ട് പ്രയോജനം ഉണ്ട്, ഇല്ലെന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഈ ഒരു സാധനം ആദ്യം വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് വേണ്ടായിരുന്നു, വെറുതെ വാങ്ങണ്ടായിരുന്നു. പിന്നെ എന്തായാലും ഇരിക്കട്ടെ എന്ന് ഓർത്ത് ഞാൻ 2 കൽപ്പിച്ചങ്ങ് വാങ്ങിയതാണ്. വാങ്ങിക്കഴിഞ്ഞപ്പോൾ ആദ്യം എനിക്ക് തോന്നി വേണ്ടായിരുന്നു, വെറുതെ എൻ്റെ കാശ് പോയി, വേണ്ടായിരുന്നെന്ന് തോന്നി. പിന്നെ ഞാൻ വിചാരിച്ച് എന്തായാലും ഇരിക്കട്ടെ എന്നോർത്ത് ഞാൻ വാങ്ങിച്ച്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ മുകൾ ഭാഗം നമ്മളിങ്ങനെ തുടച്ചിട്ടേ ഈ ക്യാപ്പ് ഇടാവുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് പിമ്പിൾസ് വരാൻ സാധ്യതയുണ്ട്. ക്യാപ്പ് ഇട്ടിട്ട് അപ്പം ഇതാണ് നമ്മുടെ ഏറ്റവും ലാസ്റ്റത്തെ ഒരു മേക്കപ്പ് പ്രൊഡക്റ്റ്. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നൊരു സാധനം. അപ്പം ഇതായിരുന്നു എൻ്റെ കവർ. ഇതിനകത്ത് കയറ്റുക, സേഫായിട്ട് വയ്ക്കുക. യൂസ് ചെയ്തില്ലെങ്കിലും എൻ്റെ മേക്കപ്പ് സാധനങ്ങളുടെ കൂട്ടത്തിൽ ഇതിങ്ങനെ എടുത്ത് വെക്കുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. അപ്പം ഇത്രയൊക്കെ ആയിരുന്നു എൻ്റെ ഒരു നൈക്ക ഹോൾ വീഡിയോ, മേക്കപ്പ്, സ്കിൻ കെയർ അങ്ങനെയൊക്കെയുള്ള വീഡിയോ. അപ്പം ഞാനിനി വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെന്ന് വിചാരിച്ചായിരുന്നു. അതിനകത്തൊരു മെയിൻ സാധനമായിരുന്നു മറ്റേ ക്ലിനിക്കിൻ്റെ ഒരു മോയ്സ്ചറൈസർ. പിന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച്, അടുത്ത സെയിൽ വരുമല്ലോ അപ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. എല്ലാം കൂടി ഇപ്പോൾ വാങ്ങിച്ചാൽ ശരിയാകത്തില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഏതിൻ്റെയെങ്കിലും പേഴ്സണലായിട്ടോ റിവ്യൂ വേണമെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം, നിങ്ങൾ വീഡിയോ കാണുവാണെങ്കിൽ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ മേക്കപ്പ് ആൻഡ് സ്കിൻ കെയർ ഹോൾ വീഡിയോ. ഇനിയും കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഇതുപോലെ കാർട്ടിലെടുത്തിട്ടുണ്ട്. അടുത്ത സെയിലോ എന്തെങ്കിലും വരുന്ന സമയത്തൊക്കെ മേടിക്കാം. പിന്നെ എക്സൈറ്റ്മെന്റ് ഒരുപാട് കൂടുവാണെങ്കിൽ അതിന് മുന്നേ ഞാനതൊന്ന് ഓർഡർ ചെയ്ത് വാങ്ങിക്കും. പിന്നെ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇട്ടേക്കും സെയിൽ സമയത്ത് വാങ്ങിക്കാൻ വേണ്ടി. ഇപ്പം ഞാനൊരു 2-3 മാസം കൊണ്ട് ഇങ്ങനെ നോക്കി ഇരിക്കുമായിരുന്നു ഈ നൈക്കി സെയിൽ വരുന്നത് നോക്കി. അല്ല ആമസോണിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ അങ്ങനെ വാങ്ങിക്കും. ഇപ്പം ഇതിനകത്ത് ഞാൻ കാണിച്ചതിനകത്ത് കുറച്ച് സാധനങ്ങളൊന്നും ഇപ്പോൾ ഈ മാക്കിൻ്റെ ലിപ്സ്റ്റിക്ക്, പിന്നെ അതുപോലെ തന്നെ ഈ കെ ബ്യൂട്ടിയുടെ ഐ ഷാഡോ അങ്ങനത്തെ സാധനങ്ങളൊന്നും നമുക്ക് ആമസോണിൽ അവൈലബിൾ ആയിട്ട് കിട്ടത്തില്ല. പിക്സിയുടെ ബ്ലഷ് സാധനങ്ങളൊക്കെ കിട്ടും. പിന്നെ ചില സാധനങ്ങളൊക്കെ നമുക്ക് ആമസോണിൽ കിട്ടത്തില്ല. കിട്ടുന്ന സാധനങ്ങളാണെങ്കിൽ അവിടെ ഓഫർ വരുവാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് വാങ്ങിക്കും. ഇങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ വാങ്ങി കൂടുതലായിട്ട് വെക്കാൻ ശ്രമിക്കും. മിക്ക ആളുകൾക്കും അങ്ങനെ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ഇടണം. അപ്പം
ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.